ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 20 വർഷക്കാലം ഞാൻ വാടക ഭവനത്തിൽ താമസിച്ചിരുന്നവളാണ്. എനിക്ക് പല സന്ദർഭങ്ങളിലും എനിക്കെന്നാൽ സ്വന്തമായിട്ട് വസ്തുവും വീടും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ പാസ്റ്ററോട് പറയുകയും ചെയ്തു. എൻ്റെ ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അത് എത്ര ലക്ഷം രൂപ വില വരുന്ന വസ്തുവും വീടുമാണ്, 10 സെൻറ്റ് സ്ഥലവും എൻ്റെ സ്വന്തം ഭവനവും ഞാൻ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വരെ ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവസ്നേഹം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ലാഭമെന്നുള്ളതെല്ലാം ഛേദമെന്നെണ്ണും. അതൊന്നും നമുക്ക് വേണ്ട മോനെ, അതിൽ നല്ലത് ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പല നാളുകളായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി ഇങ്ങനെ ഭാരപ്പെട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോഴല്ല, ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദാസൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇനി നിനക്ക് വിഷമത്തിൻ്റെ നാളുകളല്ല, സന്തോഷത്തിൻ്റെ നാളുകളാണ് ദൈവം തരാൻ പോകുന്നത്. നീ ദൈവത്തിന് വേണ്ടി എത്ര ഓടിയോ അതിൻ്റെ എല്ലാ റിസൾട്ട് ദൈവം നിനക്ക് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കർത്താവ് എനിക്ക് ഈ മൂന്നാംകുറ്റി ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് കിട്ടി. അതെൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. പലയിടത്തും പോയി ഞാൻ ഭവനം കാണുമ്പോഴെല്ലാം എനിക്ക് ദൂരം വേണ്ട. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുമായിരുന്നു, കർത്താവേ, ഈ മൂന്നാംകുറ്റിയുടെ മണ്ണിൽ ഒരുവൻ അവന് വേണ്ടി പണിത ഒരു ഭവനം, അത് അന്നേ കർത്താവ് കണ്ടിട്ടില്ലേ? ഇത് സുധയ്ക്ക് വേണ്ടി ഞാൻ നിന്നെക്കൊണ്ട് പണിയിക്കുന്നതാണെന്ന് കണ്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ, കാരണം ദൈവമക്കളെ, ഇന്ന് നമുക്കറിയാം, കോൺട്രാക്ടർമാരൊക്കെ പണിത് വിൽക്കുന്ന ഭവനത്തിൽ നമുക്ക് വിശ്വാസമില്ല. കാരണം 4-5 വർഷം കഴിയുമ്പോൾ അത് ഏത് ഗതി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് പറയും. അതും ഒരു സാക്ഷ്യമാണ്. കാരണം നമുക്കിവിടെ ഈ സഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ലില്ലി സിസ്റ്റർ എന്നോട് ഒരു ദിവസം ചോദിച്ചു, സുധ സിസ്റ്ററെ, ഭവനത്തിൻ്റെ കാര്യം എന്തുവായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് വസ്തു മേടിച്ച് വീട് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആരുമില്ല. കോൺട്രാക്ടർമാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കാനും കാണാനും ആളില്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടു പോകും, എനിക്ക് അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ ഇന്ന് വേറൊരു സിസ്റ്റർ പറയോ, എങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സിസ്റ്ററെ ഭവനം മേടിക്കുന്നത്? അപ്പോഴും ഞാൻ പറഞ്ഞു, മൂന്നാംകുറ്റിയുടെ ജംഗ്ഷനിൽ ആ മണ്ണിൽ എനിക്ക് വേണ്ടി ഒരുവൻ ഭവനം പണിതപ്പോഴേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് സുധ സിസ്റ്ററിന് വേണ്ടി നിന്നെക്കൊണ്ട് ഞാൻ പണിയിക്കുന്ന ഭവനമാണെന്ന്. ദൈവമക്കളെ, ആ നാട്ടുകാരൊന്നടങ്കം സാക്ഷ്യപ്പെടുത്തിയ ഒരു ഭവനമാണ്. അവർ പറഞ്ഞു, ഇതുപോലെ ഭംഗിയായിട്ട് വെച്ച ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ 5 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമോട് കൂടിയ മനോഹരമായി, എൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് മനോഹരം എന്നാണ് അത് തോന്നുന്നത്, അങ്ങനെ ഒരു ഭവനം കാരണം എനിക്ക് ഏറ്റവും ആവശ്യം അതാണ്, കബളിപ്പിക്കപ്പെടരുത്. കാരണം ഇത് മേടിച്ചിട്ട് അയ്യോ എന്നെ അവിടെ പോയി അല്ലെങ്കിൽ ഇവിടെ പോയി, അങ്ങനെ ആ നാട്ടുകാർ മൊത്തം പറഞ്ഞു, അങ്ങനെ ഒരു വിഷമത്തിനേ നിങ്ങൾക്ക് ഇടവരുത്തില്ല. അതുപോലത്തെ ഒരു ഭവനം ആ വ്യക്തി സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതതാണ്. അത് കർത്താവ് എനിക്ക് തന്നു. ഞാൻ സന്തോഷിക്കുന്നു വളരെയധികം. എന്നാൽ എനിക്കിപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നുമല്ല എൻ്റെ സന്തോഷം. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങണം, കർത്താവിന് വേണ്ടി ഓടണം, അനേകരോട് യേശുവിനെക്കുറിച്ച് പറയണം. ഒരാളെങ്കിലും രക്ഷിക്കപ്പെട്ട് അവർ കർത്താവിലായാൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വലിയ ഭവനം കിട്ടുന്നതിനകത്തോ സമ്പത്ത് കിട്ടുന്നതിനകത്തോ ഒന്നുമല്ല എൻ്റെ ആനന്ദം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ബസ്സിനകത്ത് പോകുമ്പോൾ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി അനേക ജനം ഇടിഞ്ഞ് തൂങ്ങി നിന്ന എൻ്റെ ബസ്സിനകത്ത്, അവരുടെ നടുക്ക് നിന്നും ഈ കർത്താവ് യേശുവിനെ അതിൻ്റെ നടുക്ക് നിന്നും ഉയർത്താൻ എനിക്ക് കഴിഞ്ഞത്, അതാണ് എൻ്റെ സന്തോഷം. ഞാൻ യേശുവിൽ കാണുന്ന സന്തോഷം അതാ. ഈ പ്രതികൂലങ്ങളിലെല്ലാം എന്നെ വഴി നടത്തുന്നുണ്ട് കർത്താവ്. ഞാനൊന്ന് പറയാൻ, ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ, ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ, ദൈവനാമത്തിൽ ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്താൽ, ദൈവത്തിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പറഞ്ഞാൽ, കർത്താവ് അതിൻ്റെ പ്രതിഫലം 100 ഇരട്ടിയായിട്ട് നമുക്ക് തരും. അതിന് യാതൊരു തർക്കവുമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾക്കും എൻ്റെ പാസ്റ്റർക്കും ഞാൻ നന്ദി പറഞ്ഞു, എൻ്റെ ദൈവത്തിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിച്ചോളൂ. ആമേൻ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടൊന്ന് പറയാവോ? ഒരു വിടുതൽ നടന്നത് ഞാൻ കേൾക്കുമ്പോൾ സന്തോഷിക്കണം, കാരണം ഞാനും അതിൻ്റെ ഭാഗമായി തീരുകയാണ്. ഹാലലിയ. എത്ര പേരൊന്ന് സന്തോഷമായിട്ട് കരം ഉയർത്തിപ്പിടിച്ച് പറയും ഹാലലിയ? നിങ്ങൾ ഈ സാക്ഷ്യത്തിനകത്ത് സന്തോഷിക്കുമ്പോൾ ദൈവം നിങ്ങളെ അതിൻ്റെ ഭാഗമാക്കുകയാണ്. ആ സന്തോഷം നിങ്ങളിലേക്കും പടർന്നു പിടിക്കും. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, ഭവനമില്ലാത്തവരും വാടകയ്ക്ക് നിൽക്കുന്നവരൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്.